Hey guys, welcome to the second episode of Vegam Vigaram. നമ്മൾ 2025 F1 വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ റേസിലേക്ക് എത്തിയിരിക്കുന്നു. അബുദാബിയിലെ ഈ ഫൈനൽ റേസിന്റെ ക്വാളിഫയിങ് റിസൾട്ട് ഇങ്ങനെയാണ്. മാക്സ് വെർസ്റ്റാപ്പൻ ഇസ് ഓൺ പോൾ, ലാൻഡോ നോറിസ് സെക്കൻഡിലാണ്, ഓസ്കർ പിയസ്ട്രി തേർഡ് ആൻഡ് ജോർജ് റസൽ ഫോർത്ത്. നമ്മുടെ ഫസ്റ്റ് നിൽക്കുന്ന 3 പേര് തന്നെയാണ് ടൈറ്റിൽ കണ്ടസ്റ്റേഴ്സ്. സോ നാളെ ആയിരിക്കും ഇതിന്റെ ഫൈനൽ ഡെസിഷൻ ഉണ്ടാവുക. ഇപ്പോഴത്തെ ചാമ്പ്യൻഷിപ്പ് പോയിന്റ്സിന്റെ സ്റ്റാൻഡിങ് പറയുകയാണെങ്കിൽ ലാൻഡോ നോറിസ് ആണ് ലീഡിങ്, 12 പോയിന്റ്സ് ലീഡുണ്ട്. വെർസ്റ്റാപ്പൻ സെക്കൻഡ്, പിയാസ്ട്രി തേർഡ്. സോ പിയാസ്ട്രിയും ലാൻഡോയും തമ്മിൽ 14 ഡിഫറൻസ്, മാക്സും ലാൻഡോയും തമ്മിൽ 12 പോയിന്റ് ഡിഫറൻസ്. അപ്പോൾ അബുദാബിയുടെ റിസൾട്ട് മാക്സിന് ചാമ്പ്യൻഷിപ്പ് എടുക്കണമെങ്കിൽ മാക്സ് ഫസ്റ്റ് വരണം, ലാൻഡോ P4 അല്ലെങ്കിൽ ലോവർ. അങ്ങനെ വരുവാണെങ്കിൽ മാക്സ് ചാമ്പ്യൻഷിപ്പ് എടുക്കും. പിയാസ്ട്രി ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ പ്രോബബിലിറ്റി വളരെ ലെസ് ആണ്, കാരണം അവൻ P3 എന്നാണ് തുടങ്ങുന്നത് അബുദാബി. സോ എനിക്കറിയില്ല എന്ത് സംഭവിക്കാൻ പോകുന്നത്. എന്ത് തോന്നുന്നു അഭിജിത്തെ? പിയാസ്ട്രിക്ക് ചാൻസ് കുറവാണ്. പിയാസ്ട്രി ചാമ്പ്യൻ ആവണമെങ്കിൽ ഒന്നെങ്കിൽ മാക്സും ലാൻഡോയും റേസിംഗ് ഔട്ട് ആയാലേ ഇനി പിയാസ്ട്രിക്കുള്ള ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ അവർ 8-9 അത്രയും ബാക്കിൽ ഫിനിഷ് ചെയ്യും. അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ മാക്സിനും ലാൻഡോയ്ക്കും തന്നെ ചാൻസ് ഉള്ളൂ. അത് ലാൻഡോ തന്നെ ചാമ്പ്യൻ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവന് ലാൻഡോയ്ക്ക് അധികം റിസ്ക് എടുക്കണ്ട, 4th-ലോ 3rd-ലോ അവന് ഫിനിഷ് ചെയ്താൽ തന്നെ മതി. ഈ തുടങ്ങുന്ന സ്റ്റാർട്ടിൽ അവന്റെ പൊസിഷനിൽ തന്നെ അവൻ ഫിനിഷ് ചെയ്താൽ അവൻ ചാമ്പ്യൻ ആവും. പിന്നെ റേസ് സ്റ്റാർട്ടും ആദ്യത്തെ 1-2 ടേണിലും എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ 2021 പോലെ എന്തെങ്കിലും ഒരു യൂഷ്വൽ അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കണം. അത് സംഭവിച്ചാൽ മാത്രമേ ലാൻഡോ ചാമ്പ്യൻ മാക്സിന് ചാൻസ് ഉള്ളൂ. പിന്നെ മാക്സിനെ സപ്പോർട്ട് ചെയ്യാൻ ടീംമേറ്റ്സ് ഒന്നും ഇല്ല കൂടെ, മാക്സ് ഒറ്റയ്ക്കാണ്. ലാൻഡോക്ക് അങ്ങനെയല്ല, ഓസ്കർ ഉണ്ട്. മാക്ലാരൻ ടീം ഓണേഴ്സ് ഒന്നും ഇറക്കില്ല എന്ന് ഇത്ര നാൾ പറഞ്ഞെങ്കിലും ഇപ്പൊ അതിൽ നിന്ന് അവർ മാറിയിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും കാരണവശാൽ ലാൻഡോ 4-ാമതിലും താഴെ പോയി കഴിഞ്ഞാൽ പിയാസ്ട്രി ഇപ്പൊ ഹെൽപ്പ് ചെയ്യും എന്നാണ് പൊതുവെ ഉള്ളൊരു ധാരണ. അപ്പം ലാൻഡോക്ക് തന്നെയാണ് ചാൻസ്. പിന്നെ നമുക്ക് നോക്കാം, നാളെ റേസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രോബിലിറ്റി വൈസ് ലാൻഡോയ്ക്ക് തന്നെയാണ് ഏറ്റവും നല്ല ചാൻസ്. പക്ഷേ മാക്സ് പിന്നെ അതേപോലെ ഫോമുല 1 ആണ്, എന്തും സംഭവിക്കാം. പങ്ക്ചർ, സേഫ്റ്റി കാർ, ഫ്രീക്ക് ആക്സിഡൻസ്, എന്തും സംഭവിക്കാൻ, എങ്ങനെയും മാറാം. ഈ ഒരു ചാൻസും ഇല്ലാത്ത പിയാസ്ട്രിക്ക്, ഒരു ചാൻസും ഇല്ല, വളരെ ലെസ് പ്രോബിലിറ്റി ഉള്ള പിയാസ്ട്രി വരെ വേണമെങ്കിൽ പെട്ടെന്ന് സ്പ്രിങ് അപ്പ് ചെയ്ത് വരാം. അപ്പം 2012 ആണെന്ന് തോന്നുന്നു. 2012 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇത് മറ്റേ വെബർ, അലോൺസോ, വെറ്റൽ, ഹാമിൽട്ടൺ, എനിക്ക് ബട്ടനും ഉണ്ടായിരുന്നു. ഇത്രയും പേരുടെ എനിക്ക് ടൈൽ കണ്ടൻഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. മക്ലാരൻസ് ജസ്റ്റ് മാത്തമാറ്റിക്കലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അലോൺസോ, വെറ്റൽ, വെബർ 2010 ആണ്. 2010 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ആ ഒരു ഇതുപോലെ വരാം. അന്ന് അലോൺസോ ഉണ്ടായിരുന്നു, വെറ്റൽ, വെബർ, ഇവരെല്ലാം കണ്ടൻഷനിൽ ഉണ്ടായിരുന്നു. ശരിക്കും വെബർ ആയിരുന്നു ആക്ച്വലി അന്നത്തെ എല്ലാവരുടെയും ഫേവറേറ്റ് ചാൻസസ് വൈസ്. അലോൺസോ ആയിരുന്നു സെക്കൻഡ് ഫേവറേറ്റ്, വെറ്റൽ ആക്ച്വലി തേർഡ് ഫേവറേറ്റ് ആയിരുന്നു. ബട്ട് ഇവൻച്വലി ആ ഒരു ഫെറാറിയുടെ റോങ് കോൾ വന്നതോടുകൂടി അലോൺസോ ആക്ച്വലി വെബറിനെ പിറ്റ് ചെയ്തു. അലോൺസോനെ ട്രാഫിക്കിലേക്ക് വിട്ടു. വിറ്റാലി പെട്രോവിന്റെ എന്തോ ബാക്കിൽ ആയിപ്പോയി. അതേസമയം ഈ വെബറും അത് അണ്ടർകട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബറും പിറ്റ് ചെയ്തു, നേരെ ബാക്കിലായി. അത് ആ ഒരു റോങ് കോൾ കാരണം വെറ്റല് ചാമ്പ്യനായി. എന്ത് സംഭവിക്കാം, ഇവിടെ ഓവർടേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്.
ഇപ്പോ ആക്ച്വലി കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടാണ് കുറച്ച് ലാസ്റ്റ് എനിക്കൊന്ന് സെക്ടർ 3 കോർണേഴ്സ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഓവർടേക്കിംഗ് നല്ല പാട് തന്നെയാണ്. അപ്പോൾ എന്തും സംഭവിക്കാം. ഐ മീൻ ഈ സിറ്റുവേഷൻ നോക്കുമ്പോൾ PS3 സെക്കൻഡ് ആണ്, തേർഡ് റസലാണ് വരുന്നത്, ഫോർത്ത് നോറിസ്. അപ്പൊ ഈ സിറ്റുവേഷനിൽ മെക്ലാരൻ എന്തായിരിക്കും കോൾ കൊടുക്കുന്നത്? PS3ക്ക് അവനെ തേർഡ് വന്ന് തിരിച്ച് ഡിമോട്ട് ചെയ്ത് ഫോർത്തിലോട്ട് പോകാൻ പറയുമോ, അതോ PS3 വിൽ ബി ഫ്രീ ടു ഫൈറ്റ് മാക്സ്? കാരണം പോഡിയം കിട്ടാനായിട്ടുള്ള പ്രിഫറൻസ് കൊടുക്കുമോ, അതോ നോറിസിന് ചാമ്പ്യൻഷിപ്പ് കൊടുക്കാനുള്ള പ്രിഫറൻസ് കൊടുക്കുമോ? ഐ മീൻ അതൊരു ടഫ് സിറ്റുവേഷൻ ആണ്. കാരണം PS3ക്ക് ചെയ്യാൻ പറ്റുന്നത് റസലിനെ ബാക്ക് ചെയ്ത് നോറിസിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. പക്ഷെ ഇറ്റ് ഡിപ്പെൻസ്, ഗ്യാപ്പ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റസലും PS3യും തമ്മിലുള്ള ഗ്യാപ്പും റസലും നോറിസും തമ്മിലുള്ള ഗ്യാപ്പും. അപ്പൊ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും എന്ന് അറിയില്ല. പറഞ്ഞ പോലെ അവന്മാര് ഈ നൈറ്റ് സാക് ബ്രൗൺ എന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ളൊരു അനുസരിച്ചിരിക്കും. സാക് ബ്രൗൺ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അവര് ചാമ്പ്യൻഷിപ്പ് പോയാലും ഒരു ടീം കോൾ അങ്ങനെ ഒരു കോൾ എടുക്കത്തില്ലെന്നാണ് നേരത്തെ. അത് അപ്പോഴും മാക്സ് ഒന്നും ഇത്രയും അടുത്ത് എത്തിയിട്ടില്ലായിരുന്നു, അന്ന് പറഞ്ഞ കാര്യമാണ്. അതിലിപ്പോ അവരെന്തായാലും ബാക്കിലോട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു PS3 അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തിയ PS3 തന്നെ ലാൻഡ് പാസ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുമെന്നാണ് തോന്നുന്നു. അല്ലെങ്കിൽ അവന് ചാമ്പ്യൻഷിപ്പ് കിട്ടത്തില്ല. മനസ്സിലായില്ലേ? PS3 പോഡിയം പോകും, പക്ഷെ പോഡിയില്ല. പക്ഷെ ഈ മെക്ലാരൻ ഇത്രയും നാള് എത്ര 10 അവസാന ചാമ്പ്യൻ മെക്ലാരൻ ചാമ്പ്യൻ 2007 ഹാമിൽട്ടൺ ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇതുവരെ ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടില്ല. അപ്പം അവൻ കാരണം അത് കളഞ്ഞതിന്റെ ചീത്ത പേര് വെറുതെ PS3യുടെ തലയിരിക്കും. അപ്പൊ അത് അവൻ എടുക്കുമോന്നൊന്നും എനിക്കറിയത്തില്ല. അത് അതിന്റെ ആവശ്യമില്ല. PS3ക്ക് ടീമിനെ ജയിപ്പിക്കുന്നതായിരിക്കും കുറെ കൂടെ ബെറ്റർ മൂവ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കഴിഞ്ഞ 2000 കഴിഞ്ഞിട്ട് 2 കൂടുതൽ ഡ്രൈവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ ടൈറ്റിൽ ഫൈറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത് നിൽക്കുന്ന ആള് ചാമ്പ്യൻ ആയിട്ടുള്ളത്. 2007 കിമിയും 2010 വെറ്റല്. അപ്പൊ ഇപ്പൊ മൂന്നാമത് നിൽക്കുന്ന PS3. അങ്ങനെ സംഭവിക്കണമെന്നില്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി അതുമല്ല, 2012 അലോൺസ് ആക്ച്വലി 13 പോയിന്റ് ബാക്കിലായിരുന്നു. അപ്പം വെറ്റല് സ്പിൻ ചെയ്ത് അങ്ങ് പുറകിൽ പോവുകയും ചെയ്തു. പക്ഷെ അലോൺസൊക്കെ സെക്കൻഡ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. വെറ്റലിന് 6th ആയിട്ട് ഫിനിഷ് ചെയ്തു. അതില് ഷൂമാക്കർ ഒരു പൊസിഷൻ കൊടുക്കുകയും ചെയ്തു. അതെ അതെ അതെ, എക്സാക്ട്ലി. ഷൂമാക്കർ ഒരു പൊസിഷൻ കൊടുക്കുകയും ചെയ്തു. അതെ, അതുപോലെ സോ ക്വാളിഫയിങ് റിസൾട്ട് ആണെന്ന് പറഞ്ഞ പോലെ വെസ്റ്റാപ്പൻ ആണ് പോൾ പൊസിഷൻ, സെക്കൻഡ് നോറിസ്, തേർഡ് PS3. സോ അബുദാബിയിൽ പോൾ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഔട്ട്സൈഡിൽ നിന്നാണ്. ഫസ്റ്റ് കോർണർ ലെഫ്റ്റ് ആണ്. അപ്പോൾ ഇൻസൈഡ് ലൈൻ നോറിസിനാണ് അഡ്വാൻറ്റേജ്. സോ എനിക്ക് തോന്നുന്നു നോറിസ് മിക്കവാറും ഫൈറ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്, കാരണം ഹി ഹാസ് എവറിത്തിങ് ടു ലൂസ്. സോ അവൻ എപ്പോഴും മിക്കവാറും സേഫായിട്ട് കളിക്കാനേ നോക്കത്തുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. PS3 മിക്കവാറും മാക്സിനെ ഫോളോ ചെയ്യാനാണ് ചാൻസ്, കാരണം മാക്സിമം നോറിസിനെ ബ്ലോക്ക് ചെയ്ത് പാക്കിന് ബാക്കപ്പ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ മോസ്റ്റ് പ്രോബബ്ലി. സോ അത് മിക്കവാറും ഓസ്കറിന് ഒരു ചാൻസ് ആയിരിക്കും സെക്കൻഡ് കയറാൻ. സോ അതായിരിക്കും ഫസ്റ്റ് ലാപ്പില് മാക്സിന്റെ മെയിൻ സ്ട്രാറ്റജി. പാക്കിനെ ബാക്കപ്പ് ചെയ്യുക, നോറിസിന് എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാനുള്ള ചാൻസ് കൂട്ടുക. റസലും ചാൾസാണ് ബാക്കിൽ വരുന്നത്. സോ റസൽ മിക്കവാറും ആ ഒരു ഫൈറ്റിംഗ് മെന്റാലിറ്റിയിലായിരിക്കും. എൻ്റെ പാസ്റ്റ് ഫ്യൂ റേസ് എടുത്താലും കാണാൻ പറ്റുന്നുണ്ട്. എപ്പോഴും പോഡിയത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. ഈവൻ ദോ ചാമ്പ്യൻഷിപ്പിന് ഫൈറ്റ് ഇല്ലെങ്കിലും അവൻ പോഡിയത്തിന് വേണ്ടി എങ്ങനെയാലും ഫൈറ്റ് ചെയ്യും. സോ
അതായിരിക്കും എന്റെ അഭിപ്രായത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഓസ്കർ എനിക്ക് തോന്നുന്നു ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അവൻ ഒരു വിന്നിന് വേണ്ടി ശ്രമിക്കും എന്നാണ് തോന്നുന്നത്. ആ മൂന്നാമതായിട്ടാണ് തുടങ്ങുന്നത്, ചെറിയ ചാൻസ് ഉണ്ട്. ലാൻഡോ എന്തായാലും അധികം റിസ്ക് എടുത്ത് ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം അവന് തേർഡ് ആയാലും ഫോർത്ത് ആയാലും കുഴപ്പമില്ല ലാൻഡോ. അപ്പൊ ഓസ്കറും മാക്സും ഒരു ഫൈറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ലാൻഡോക്ക് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. അത് കാരണം പുള്ളി റിസ്ക് എടുക്കത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഓസ്കർ എന്തായാലും ഒരു വിന്നിന് വേണ്ടി ശ്രമിക്കുമെന്നാണ് തോന്നുന്നത്. അവൻ മൂന്നാമതാണ് തുടങ്ങുന്നത്. അവൻ എന്തായാലും മാക്സായിട്ടുള്ള ഫൈറ്റ് ചെയ്ത് ഒരു ഫസ്റ്റ് പൊസിഷനിൽ തന്നെ ഫിനിഷ് ചെയ്യുക. അവൻ ഓസ്കറിന്റെ ഒരു ഫസ്റ്റ് അല്ല, ഒരു മുക്കാൽ ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഒരു മുക്കാൽ ഭാഗത്തുള്ള അവൻ നല്ല ഫോമിലാണ്. അപ്പൊ ഒരു നല്ല റിസൾട്ടോടെ അവന്റെ ചാമ്പ്യൻഷിപ്പ് അവസാനിപ്പിക്കാനായിരിക്കും മിക്കവാറും ഓസ്കർ നോക്കുക. അവന് ഈ ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പൊ ഒരു റേസ് വിന്നോടെ ഈ സീസൺ എൻഡ് ചെയ്യിക്കാനായിരിക്കും അവൻ നോക്കുന്നത്. പിന്നെ മാക്സും ലാൻഡോയും കൂടെ ഒരു ഫസ്റ്റ് കോർണറിൽ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ മാക്സ് എന്തായാലും ഒരു എൽബോ ഔട്ട് മൂവ് തന്നെ നടത്തും. അപ്പം ലാൻഡോയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവന് ഫൈറ്റ് ചെയ്യാതെ തന്നെ ചാമ്പ്യൻഷിപ്പ് കിട്ടും. അപ്പം വെറുതെ ഫൈറ്റ് ചെയ്യാൻ പോയി ഫസ്റ്റ് കോർണറിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഉള്ള ചാൻസ് കളയാതെ നോക്കാനായിരിക്കും ലാൻഡോ ശ്രമിക്കുക. അപ്പം ലാൻഡോ തേർഡ് ആയാലും ഫോർത്ത് ആയാലും അവൻ ചാമ്പ്യൻഷിപ്പ് ഉറപ്പാണ്. അപ്പൊ വലിയ ഒരു ഇൻസിഡന്റും ഇല്ലാതെ ഫസ്റ്റ് 2-3 കോർണർ തീർക്കാനായിരിക്കും അവൻ നോക്കുക. ആ കോർണർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനേ നോക്കുള്ളൂ. പിന്നെ മാക്സ് ആയാലും പിയാസ്ട്രി ആയാലും ഒരു റേസ് വിന്ന് മാക്സിമം ശ്രമിക്കും. പിന്നെ അത് ഇടയ്ക്ക് റേസിൽ എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ മാക്സിനും പിയാസ്ട്രിക്കും ചാമ്പ്യൻഷിപ്പ് അടിക്കാൻ എന്തെങ്കിലും ചാൻസ്. അപ്പം അതൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് എൻ ടു ഫിനിഷ് തന്നെ ആയിരിക്കും മിക്കവാറും ഈ റേസ്. ആളെ ലാൻഡോ ചാമ്പ്യൻ ആവാൻ തന്നെയാണ് ഏറ്റവും ചാൻസ്. മാക്സ് പോളിലായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഫസ്റ്റ് കോർണർ മാക്സ് എടുക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് എൻഷുർഡ് ആണ്. കാരണം ലാൻഡോ സേഫ് ആയിട്ടേ കളിക്കും. ഓസ്കർ ഹി ഹാസ് നത്തിങ് ടു ലൂസ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും. അപ്പോൾ എന്നാലും മാക്സിനെ ഔട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പാടായിരിക്കും, അത് ഡിഫിക്കൽട്ടാണ്. ലാൻഡോ ആ സേഫ് ആയിട്ട് കളിക്കുന്ന ഒരു അപ്രോച്ച് എടുക്കുമ്പോഴത്തേക്കും തൊട്ട് ബാക്കിൽ റസൽ ആൻഡ് ലെക്ലർക്ക് ഉണ്ട്, അത് ബൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബാക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ആക്ച്വലി അവിടുത്തെ ഒരു ചാമ്പ്യൻഷിപ്പ് മാറാനുള്ളൊരു മെയിൻ പോയിന്റ്. ഇവർ രണ്ടുപേരും ലാൻഡോയുടെ ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ എല്ലാം മാറി മറിയും. അപ്പോൾ അതാ. പിന്നെ ഓസ്കറിന് ആക്ച്വലി ആ ഒരു മേ ബി ഒരു ഒരുപാട് സന്ദർഭങ്ങളിൽ സ്ട്രാറ്റജി അവന് ഫേവർ ചെയ്യാത്ത രീതിയിൽ പോയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അവൻ റിലേറ്റീവ്ലി അങ്ങ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിലും അത് വളരെ അപ്പാരന്റ് ആയിരുന്നു. എസ്പെഷ്യലി മറ്റേ പിറ്റ് സ്റ്റോപ്പിന്റെ ഇത് വന്നപ്പോഴത്തേക്കും ജസ്റ്റ് പിറ്റ് സ്റ്റോപ്പ്, അതെ ജസ്റ്റ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സ്ട്രാറ്റജി. അത് ശരി, അതിനു വേണ്ടി ഒരിക്കലും പ്ലേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞത് ശരിയല്ലായിരുന്നു. അത് മക്ലാരൻ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അതൊക്കെ ആക്ച്വലി ഓസ്കറിന്റെ മൈൻഡിൽ കാണും. ഇതൊക്കെ എങ്ങനെ അൺഫോൾഡ് ചെയ്യുന്നുള്ളത് കാണണം. ബട്ട് ഐ തിങ്ക് മാക്സ് വിൽ ഈസിലി ഡോമിനേറ്റ് ആ പേസ് കൊണ്ട്. നോറിസ് സേഫ് ആയിട്ട് കളിക്കുകയും ചെയ്യും. പിന്നെ ഓസ്കറിൻ്റെതാണ് ഹൗ ഹി ക്യാൻ ഹാൻഡിൽ ദ സിറ്റുവേഷൻ എന്നുള്ളതാണ് നീ കാണേണ്ടത്. ഓസ്കറിന് ഫേവർ ചെയ്യാത്ത റേസ് ഉണ്ടല്ലോ, ലാൻഡോ പിറ്റ് സ്റ്റോപ്പ് ഡിലേ ആക്കി, അതുകൊണ്ട് ഓസ്കറിന് പ്ലേസ് സ്വിച്ച് ചെയ്യിപ്പിച്ചത്. ആ സമയത്ത് ഓസ്കർ ആയിരുന്നു ചാമ്പ്യൻഷിപ്പ് ലീഡ് ചെയ്തോണ്ടിരുന്നത്. എന്തിനാണോ എന്തോ ലാൻഡോനെ ഫേവർ ചെയ്തത്. ആ സമയത്ത് ചാമ്പ്യൻഷിപ്പ് ലീഡറിനല്ലേ ഫേവർ ചെയ്യേണ്ടത്. ഐ മീൻ നല്ല പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. വിചാരിച്ചാണ് അതെനിക്ക് എന്തോ ഒരു ഔട്ട് ഓഫ് ദി ഓർഡിനറി ഫീലിംഗ് ആയിരുന്നു.
Yeah. അത് ആ പിറ്റ് സ്റ്റോപ്പ് ശരിക്കും അത് ഒരു ഐ മീൻ ഇപ്പൊ വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി മൂവ് ഒക്കെ ആണെങ്കിൽ ശരിയോ, നിന്റെ ടീമേറ്റിന്റെ പിറ്റ് സ്റ്റോപ്പ് ഡിലേ ആയി അതുകൊണ്ട് പൊസിഷൻ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ആയിരിക്കും അങ്ങനെ ഒരാൾ മാറിക്കൊടുക്കുന്നത്. പക്ഷെ അത് ഓസ്കർ സമ്മതിക്കുകയും ചെയ്തു, വലിയ ഫൈറ്റ് ഒന്നുമില്ല. എനിക്ക് അവൻ അന്ന് അത്രയും ലീഡുള്ള കാരണമായിരിക്കും, പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് ആണ് ഈ 3 പോയിന്റ് ഇപ്പൊ പോയാലും ബാക്കി പിടിക്കാൻ. പക്ഷെ അത് ആ ടൈമിൽ മാക്സ് ആയിരുന്നു ആലോചിച്ചത്, ഒരു 100 പോയിന്റ് ലീഡ് ഉണ്ടെങ്കിലും മാക്സ് 3 പോയിന്റ് കൊടുക്കുന്ന എനിക്ക് തോന്നില്ല. അത് ചെക്കോ 22-ലല്ലേ വിട്ടുകൊടുത്തില്ല, അത് 2000 വരുവാണെങ്കിൽ ഐ മീൻ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യൂല. ഞാൻ എന്തിനു ചെയ്യണം, ഐ മീൻ ചാമ്പ്യൻഷിപ്പ് ലീഡറാണ്, ടീം ഓർഡർ അനുസരിക്കില്ല. കാരണം അവന്റേതായ ആ ഒരു സ്കിൽ അവനറിയാം. പക്ഷെ ഓസ്കറിന് ആ കോൺഫിഡൻസ് വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാക്സിന് ആ കോൺഫിഡൻസ് ഉണ്ട്, അവന്റെ സ്കില്ലുണ്ട്, അവന്റെ ആ ഒരു അഗ്രഷൻ ഉണ്ട്, അത് വെച്ച് അവന്റെ റേസ് വിന്നിങ് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് അവൻ അറിയാം. അതുകൊണ്ടാണ് ഈവൻ അവൻ ഇപ്പോ ടീം ഓർഡർ ഡിക്ലൈൻ ചെയ്താലും ടീമിൽ നിന്ന് പുറത്താക്കുന്ന പേടിയാവാനില്ല മാക്സിന്. കാരണം അറിയാം അവ ഒരു അസറ്റ് ആണെന്ന് അറിയാം. പക്ഷെ ആ ഒരു മെന്റാലിറ്റി ഓസ്കറിന് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ആ ഒരു എന്താ പറയാ കേപ്പബിലിറ്റി, ആ സ്കിൽ അവനുണ്ട് സത്യം പറയാം. കാരണം അത് അവൻ കാണിച്ചാലും മിക്കവാറും മെക്ലാറിന് അവന് അങ്ങനെ എന്തോ ഇന്റേണലി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഐ മീൻ മെക്ലാറിന്റെ ആ ഒരു സിറ്റുവേഷൻ അറിയില്ല. റെഡ് ബുൾ അറിയാം ഭയങ്കര റൂത്ത്ലെസ് ആണ്. അതുകൊണ്ട് മാക്സിന്റെ ആ ഒരു എന്താ പറയാ ഒരു ബിഹേവിയർ ആയിട്ട് കോപ്പപ്പ് ചെയ്ത് പോവായിരിക്കും. പക്ഷെ മെക്ലാറൻ ഓസ്കർ കുറച്ചും കൂടെ ഒന്ന് അവന്റെ സ്റ്റാൻഡ് പിടിച്ച് നിൽക്കണം എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഐ മീൻ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എപ്പോഴേ ചാമ്പ്യൻഷിപ്പ് എടുക്കാനുള്ള സമയം കഴിഞ്ഞു സത്യം പറഞ്ഞു. ഇത്രയും എത്തേണ്ട ഒരു ആവശ്യമില്ല, വെറുതെ സ്ട്രാറ്റജി. പക്ഷെ ആ ഒരു 5 റേസ് അസർബൈജാൻ കഴിഞ്ഞിട്ടുള്ള 4-5 റേസ് അതൊരു വല്ലാതെ മിസ്റ്ററി തന്നെയാണ്. അത് ഒന്നെങ്കിൽ അവൻ ഒട്ടും ഫോമില്ല, അവന് സ്പീഡില്ല. അവൻ സ്പീഡ് ഉണ്ടെങ്കിൽ അവൻ ആ റേസിൽ എന്തെങ്കിലും ഒന്നെങ്കിൽ ക്രാഷ് ചെയ്യും, അല്ലെങ്കിൽ ഇതുപോലെ സ്ട്രാറ്റജി കോൾസ് എന്തെങ്കിലും അവന് എതിരായിട്ട് വരും. അവന് ഒരു രീതിയിലും അവന് മുമ്പോട്ട് വരാൻ പറ്റില്ല. കാരണം ആ മറ്റേ 10 സെക്കൻഡ് പെനാൽറ്റി തന്നെ റേസ് അവൻ ലാൻഡോയുടെ ബാക്ക് തൊട്ടുപുറകിൽ വന്നതാണ്, റണ്ണിങ് ആയത്, സെക്കൻഡ് ആയിട്ട് റണ്ണിങ് ആയതാണ്. അപ്പോഴാണ് 10 സെക്കൻഡ് പെനാൽറ്റി വന്നിട്ടില്ല, അതുകൊണ്ട് പോയി ആ റേസ്. അവിടെ മൊത്തത്തിൽ എല്ലാം ഒരു അസർബൈജാൻ തൊട്ട് ഒരുമാതിരി ആരോ ഓസ്കറിനെതിരെ കൂടുതൽ വെച്ച രീതിയായിരുന്നു. അവനൊന്നും നേരെ വർക്ക് ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ അവന്റെ സ്പീഡില്ല, അല്ലെങ്കിൽ സ്ട്രാറ്റജി കോൾസും അവന്റെ സ്ട്രാറ്റജി എല്ലാം അവന്റെ എതിരായിട്ട്. ഓസ്കർ ആക്ച്വലി മറ്റേ ഫസ്റ്റ് ഓസ്ട്രേലിയ റേസില് ഫസ്റ്റ് റേസ് ഓഫ് സീസണില് ജസ്റ്റ് ലാൻഡോയുടെ തൊട്ട് ബാക്കിലുണ്ടായിരുന്നു. വെറ്റ് റേസ് ആയിരുന്നു. ഇവര് ലാൻഡോ ഓൾമോസ്റ്റ് ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷെ തൊട്ട് ബാക്കിൽ തന്നെ ഓസ്കർ ഉണ്ട്, മാക്സും ഉണ്ട്. ആ ഒരു മറ്റേ ഫൈനൽ ടേണിന്റെ തൊട്ട് മുമ്പുള്ള ആ കോർണറിൽ ഇവര് ആ ഒരു വെറ്റ് പാച്ച് വന്ന് പെട്ടെന്ന് അൺകൺട്രോൾഡ് ആയിട്ട് തന്നെ ലാൻഡോ അങ്ങ് വെളിയിൽ പോയി. സെയിം പാത്തിൽ തന്നെ ഓസ്കറും പോയി. പക്ഷെ എന്നിട്ടും അവന്റെ ഗ്രിറ്റ് ആൻഡ് ഒരു ഡിറ്റർമിനേഷൻ, മാർക്ക് വെബർ സ്റ്റൈൽ ഇതില് അവൻ അങ്ങ് എങ്ങനെയൊക്കെയോ വീൽ സ്പിൻ ചെയ്ത് വണ്ടി എങ്ങനെയെങ്കിലും ആ ഗ്രാസ് നിന്ന് പുറത്ത് ട്രാക്കിലാക്കി അവസാനം ആ ഒരു ഹാമിൽട്ടനെ ഓവർടേക്ക് ചെയ്ത ഒരു കിടിലൻ ഓവർടേക്ക് ഉണ്ട് ആക്ച്വലി. ആ ഓവർടേക്ക് ഫൈനൽ പോയിന്റ് എടുത്ത് എങ്ങനെയെങ്കിലും അതെല്ലാം ക്രൂഷ്യലായിരുന്നു അവസാനം. പക്ഷെ ആക്ച്വലി ആ ഒരു അത് എന്താ ആർക്കും പറ്റാവുന്ന ഒരു ആ ഒരു രീതിയിലുള്ള മിസ്റ്റേക്ക് ആയിരുന്നു. ഇവർ രണ്ടുപേരും ഇവർക്ക് ഓസ്കാറിന് ആക്ച്വലി റിയാക്ട് ചെയ്യാനുള്ള സമയം കിട്ടില്ല. കാരണം ലാൻഡോ തൊട്ട് ബാക്കിലുണ്ടായിരുന്നു, ലാൻഡോ നേരെ പോയി, ഇവൻ അതിന്റെ പിറകെ പോയി. മാക്സിന് അത് കാണാനും കമ്പ്യൂട്ട് ചെയ്യാനുള്ള ആക്ച്വലി സമയം കിട്ടിയായിരുന്നു. അപ്പൊ ഭയങ്കര ഒരു ലക്ക് വെച്ചിട്ടുള്ള ഒരു ഫാക്ടറും കൂടെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ആ ഓസ്കറിന് അതും കൂടെ പോയില്ലാന്നുണ്ടെങ്കിൽ ആക്ച്വലി ഭയങ്കര ഒരു ചാമ്പ്യൻഷിപ്പ് ഭയങ്കരമായിട്ട് മാറിയാണ്. പിന്നെ അഭിജിത്ത് പറഞ്ഞ പോലെ ഈ അസർബൈജാനിന് ശേഷം അതുവരെ ഒരു വേറൊരു ലെവലായിരുന്നല്ലോ.
എസ്പെഷ്യലി ലാൻഡോ എത്ര കൊല്ലങ്ങളായിട്ട് അവിടെ ഉണ്ട്. കാർലോസ് സൈൻസും ലാൻഡോ ഒക്കെ ഉള്ള സമയത്ത് പോലും ലാൻഡോ ആക്ച്വലി ഒരു സെക്കൻഡ് കാർലോസിന്റെ ആ ഒരു ലെവലിൽ ഇല്ലായിരുന്നു അന്ന്. ആ സമയത്ത് കാർലോസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അവൻ എനിക്ക് റെനോ എന്ന് വന്നതാണ്. അവൻ കുറച്ചുകൂടെ അവൻ ഒരു ലീഡ് ഡ്രൈവർ, ഒരു വേറൊരു ടീമിൽ നിന്ന് വന്നെങ്കിൽ ഒരു സുപ്പീരിയർ ഒരു ആ ഒരു ഇതുണ്ടായിരുന്നു അവന്. കുറച്ചുകൂടെ ഒരു എന്താ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ ലീഡ് ചെയ്യുന്ന ഒരു നമ്പർ 1 ഡ്രൈവർ എന്നുള്ള നിലയിൽ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ലാൻഡോ പക്ഷേ തൊട്ട് ബാക്കിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കാർലോസ് പോയതിനു ശേഷം ലാൻഡോ ഒരുപാട് നാൾ ആ ടീമിലുണ്ടായിരുന്നു. പക്ഷെ ഓസ്കർ ജസ്റ്റ് എനിക്കൊന്ന് തേർഡ് സീസൺ ആണോ സെക്കൻഡ് ആണോ ഇത്ര പെട്ടെന്ന് വളരെ സീസൺ തേർഡാണ്. തേർഡ് സീസണിൽ തന്നെ ഇത്ര ലാൻഡോയുടെ ആ ലെവലിൽ എത്താൻ പറ്റിയത് അത് അവന്റെ ആ ഒരു കഴിവ് തന്നെയാണ്. ആൻഡ് അവന്റെ ആ ആറ്റിറ്റ്യൂഡും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്. ആ ആറ്റിറ്റ്യൂഡ് മീൻസ് ഓക്കെ, ആ റൂത്ത്ലെസ്നെസ് വേണം ഒരു ചാമ്പ്യൻഷിപ്പ് കണ്ടന്ററിന്. അത് ഇല്ല ആക്ച്വലി. ബട്ട് ആസ് എ ക്യാരക്ടർ, ആസ് എ പേഴ്സൺ ഭയങ്കര നല്ല സ്വഭാവമായിട്ട് തോന്നിയിട്ടുണ്ട്. ക്യാരക്ടർ അനുസരിച്ച് നോക്കുമ്പോ ഓസ്കർ നല്ല സോഫ്റ്റ് ആണ്. ഐ മീൻ കൂടുതൽ എക്സ്പ്രസീവ് അല്ല. മാക്സിന്റെ അത്രയും ആ ഒരു ഇന്റർവേസ് എക്സ്പ്രസീവ് അല്ല. പക്ഷെ അതാണ് വേണ്ടത് ഒരു ചാമ്പ്യൻഷിപ്പ് കണ്ടന്ററായിട്ട് നോക്കുമ്പോ. അതെ, ഒരു ചെറിയൊരു കിമി റൈക്കനും ചെറിയൊരു ടച്ചുണ്ട്. ഇതുണ്ട്, ടച്ച് പോലെ. അതെ, അല്ല ഓസ്കർ തേർഡ്. അതെ, ഏകദേശം കഴിഞ്ഞ സീസൺ തൊട്ട് അവൻ ഏകദേശം ഫോമിലായി തുടങ്ങി. പക്ഷെ ഈ സെയിം ഫോം ലൂയിസിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം അടുത്ത സീസൺ തൊട്ട്. ഈ സീസൺ അവന്റെ ഫോം കണ്ടിട്ട് എനിക്ക് അടുത്ത 5 വർഷത്തേക്കുള്ള ഫോം മിക്കവാറും പുകയിലാണെന്നാണ് തോന്നുന്നത്. ഇതേപോലെ Q1 എക്സിറ്റ് അവൻ ഇപ്പൊ ഏകദേശം മൂന്നാമത്തെ തവണ എന്തോ ഇല്ലേ, മൂന്നാമത്തെ ഈ സീസണിൽ. അതും ഇത് ജസ്റ്റ് മിസ്സിനാണ് പോയത്. 1,000 of a സെക്കൻഡ്സിലാണ് എക്സിറ്റ് ആയത് അബുദാബിയിൽ. പക്ഷെ എന്നാലും എക്സിറ്റ് ആയതാണല്ലോ. അതല്ല, ഒലി ബെയർമാൻ ഹാസിൽ നല്ല പെർഫോമൻസ് ആണ്. ഒക്കോണിന് എനിക്കൊന്ന് ഒരു വട്ടം കണ്ട് പിന്നെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ, ക്വാളിഫൈ ചെയ്തു. അപ്പൊ അവൻ ഉടനെ ഫെറാറി ഡ്രൈവറായിട്ട് വരാനുള്ള ചാൻസസ് എല്ലാം നല്ല കൂടുതലാണ്. അപ്പൊ ബെയർമാന്റെ കാര്യം പറഞ്ഞപ്പോഴാ റേസ് പ്രസന്റേഴ്സ് ഉണ്ടല്ലോ, പോസ്റ്റ് റേസും പ്രീ റേസ് നടത്തുന്ന ജെയിംസ് ഹിഞ്ച്ക്ലിഫ്, പിന്നെ പാമർ ഉണ്ട്, പിന്നെ ലോറ വിന്റർ ഉണ്ട്. ഞാൻ പുതിയ ഒരുത്തനും കഴിഞ്ഞ റേസ് തൊട്ട് വന്നത് യുവാൻ പാബ്ലോ മൊണ്ടോയ, അവനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞൊരു പോയിന്റാണ്, ഐ മീൻ ലൂയിസ് ഫെറാറി നിൽക്കണമെങ്കിൽ ഐ മീൻ ഒരു സീസൺ കൂടെ അവൻ നോക്കണം. ഫെറാറി കാർ ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമല്ല, അവന്മാരുടെ ആ ഒരു സ്ട്രാറ്റജി കോൾസും ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എല്ലാം മാറുവാണെങ്കിൽ മാത്രമേ ലൂയിസ് അവിടെ നിന്നിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ അവ അവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം ഈ സെയിം പ്രശ്നങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ബെയർമാന് നല്ലൊരു ഫോമിൽ നിൽക്കുവാണ്, ഹാസിൽ നല്ല പെർഫോമൻസ് ഉണ്ട്, അവനും നല്ലൊരു പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഈവൻ ചാൾസിന്റെ സീറ്റ് വരെ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ ഫെറാറി ഈ ഒരു അവസ്ഥയാണെങ്കിൽ അടുത്ത വർഷം. സോ ആ ഒരു പോയിന്റ് ആണ് ഈ സേവ് സപ്പോർട്ട് അവന് പറഞ്ഞത്. അല്ല അങ്ങനെ ലൂയിസ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് വാങ്ങിച്ചു കൂട്ടുന്നത്. ഐ മീൻ ഫെറാറിയുടെ ഇതുവരെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സെയിം സംഭവം റെഡ് ബുള്ളിലാണ് അവൻ ചെയ്തിരുന്നെങ്കിൽ ഈ സീസൺ കഴിഞ്ഞ് അവൻ മിക്കവാറും മറ്റേ സിസ്റ്റർ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യേണ്ടി വന്നായിരുന്നു. റെഡ് ബുൾ അപ്പൊ തന്നെ അവനെ പുറത്താക്കിയത്. പിന്നെ എനിക്കിങ്ങനെ ഹാമിൽട്ടന്റെ കഴിവില്ലായ്മ കൊണ്ട് ക്വാളിഫൈ ആവുന്നതല്ല. എനിക്ക് തോന്നുന്നു അവനാ എക്കോസിസ്റ്റമായിട്ട് ഫെറാറിയുടെ എക്കോസിസ്റ്റമായിട്ട് ഒത്തുപോകാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. അതായിരിക്കും ഇപ്പം എല്ലാവർക്കും ഒരു പുതിയ ചൈനയിൽ തന്നെ സ്പ്രിന്റിലൊക്കെ സ്പ്രിന്റ് തന്നെ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു തരത്തില് എന്തോ ആ ഫെറാറിയിൽ ഹാമിൽട്ടൺ ഒട്ടും ഒത്തുപോകാൻ പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇത്രയും നാള് മെർസഡസ് നിന്നു അവിടെ മെർസഡസിന്റെ എഞ്ചിനാണോ ഇത്ര നാൾ യൂസ് ചെയ്തിട്ടുള്ളത്.
ഒന്ന് മെക്ലാറിലായിരുന്നപ്പോൾ ഒന്ന് മെഴ്സിഡസിന്റെ എഞ്ചിനായിരുന്നു. പിന്നെ മെഴ്സിഡസിൽ വന്നു. അപ്പം എനിക്ക് തോന്നുന്നില്ല അവന് ഒത്തുപോകാൻ പറ്റില്ല. പിന്നെ ഫെറാറി പൊളിറ്റിക്സ് ഒക്കെ നമുക്കറിയാമല്ലോ, ഭയങ്കര മോശമാണ്. ആ പൊളിറ്റിക്സിലാണ് എല്ലാം ഇരിക്കുന്നത്. മറ്റേ റഷ് സിനിമയിലെ പറയുന്ന ഡയലോഗ്, മറ്റേ ലൗഡ പറയുമ്പോഴത്തേക്കും ആ ഫെറാറി മെക്കാനിക് യു കാൺ സേ ദാറ്റ് ഇറ്റ്സ് എ ഫെറാറി എന്ന് പറഞ്ഞ ആ ഒരു എക്സ്ക്ലമേഷൻ, ആ അത് ആക്ച്വലി ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇപ്പോഴും ആക്ച്വലി അവിടെ ഫെറാറി നടക്കുന്നത്. അവിടെ ഇന്റേണൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ ഒരു രീതിയിൽ അവർ ക്രിട്ടിസൈസ് ചെയ്യത്തില്ല. അത് ആക്ച്വലി അത് തന്നെയാണ് അവരുടെ ആ ഡൗൺഫോളിന് മെയിൻ കാരണം. ആ എൽക്കന്റെ ഡയലോഗ്സ് കഴിഞ്ഞ വണ്ണത്തെ അറിയാലോ, എന്താ ഡ്രൈവേഴ്സിന്റെ സംസാരിക്കുന്ന ഉറക്കണം എന്നൊക്കെ. കാറും എന്താ മെക്കാനിക്സും ഒക്കെ ഭയങ്കര കിടിലമാണ്, സ്ട്രാറ്റജീസ് കിടിലമാണ്. നമുക്ക് എല്ലാവർക്കും പബ്ലിക്കലി അറിയാവുന്ന കാര്യമാണ് എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പം ഇപ്പൊ എല്ലാരും ഫെറാറി ഫാൻസ്, ഇപ്പൊ വെറ്റലിന്റെ ഡയലോഗ് എവരി വൺസ് എ ഫെറാറി ഫാൻ, എന്താ ഈവൻ ഇഫ് ദേ എന്താ ഡോണ്ട് അഡ്മിറ്റ്, ആ ഒരു ഡയലോഗ് ഉണ്ട്. അതുപോലെ ആ ഫെറാറി എല്ലാ ടിഫോസി അവർക്കൊക്കെ അതൊരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു അത്രയ്ക്ക് അവരുടെ രക്തത്തിൽ കലർന്ന ഒരു ഇതാണ്. അവർക്കത് ശരിക്കും ഒരു ഭ്രാന്ത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ മാനേജ്മെന്റിന്റെ അവരങ്ങ് അതിനെങ്ങ് ഒരിക്കലും ആ ബ്രാൻഡിനെ ക്രിട്ടിസൈസ് ചെയ്യാത്ത രീതിയിൽ ആ ഒരു ഫിലോസഫി ഫോളോ ചെയ്തത് കാരണം ആക്ച്വലി ആ കറക്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ശരിയാവാതെ വന്നു. അത് എന്താ ഇപ്പം ഇപ്പൊ ഹാമിൽട്ടന്റെ ലെവലിലുള്ള ഹാമിൽട്ടൺ, അലോൺസോ, വെറ്റൽ ഇതുപോലത്തെ ഗ്രേറ്റ്സ്, ഓൾ ടൈം ഗ്രേറ്റ്സ്, ആ ഒരു എറയില് തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആൾക്കാർ എല്ലാരും വന്നു പോയിട്ട് ഇപ്പോഴും ലാസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ടീം ഇറങ്ങുന്നത് 2007. അപ്പൊ എത്ര നാളായി ഇത് ഇത്രയും പേര് ശ്രമിച്ചിട്ട് നടക്കാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറാറി റെഫ്യൂസസ് ടു ലിസൺ ടു ദെയർ ഡ്രൈവേഴ്സ്. അവരിപ്പോ അത് കേൾക്കാതെ അവര് നന്നാവും തോന്നില്ല. ഈവൻ മാക്സ് വന്നാൽ പോലും അവര് രക്ഷപ്പെടുമെന്ന് തോന്നില്ല. അല്ലെങ്കിൽ അത്രയും കമാൻഡിങ് പവർ ഉള്ളൊരു, അല്ലെങ്കിൽ അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ് ഷൂമാക്കറിന്റെ കണക്കൊക്കെ. ആ ഒരു കമാൻഡിങ് പവറിന് ഇപ്പൊ ഹാമിൽട്ടൺ ഇല്ല. ഹാമിൽട്ടന്റെ പ്രൈമില് വന്നായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാൽ. അല്ല, പക്ഷെ അന്ന് ഷൂമാക്കറിന്റെ ഇറയിൽ ആ റോസും മറ്റേ ഈ ബോസിന്റെ പേര് ജോൺ ടോഡും മറ്റേ റോസ് ബ്രൗണും അവര് മൂന്നുപേരും ഷൂമാക്കറും ഇവരെല്ലാരും ഒന്നിച്ച് നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യും. അതായത് ആ ഫെറാറിയുടെ ആ പൊളിറ്റിക്സിനെ ഈ ടീമിൽ നിന്ന് അങ്ങ് മാറ്റുന്ന രീതിയിൽ ക്രിസ്ത്യന്റെ ഒക്കെ ആ ഒരു ക്രിസ്ത്യൻ ഹോണറിന്റെ ഇതുണ്ടല്ലോ, ഒരു ഫിലോസഫി. അതായത് ആ റേസ് ടീം റൺ ചെയ്യണമെങ്കിൽ ആ ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിൽ പറ്റത്തില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ഡിസിഷൻ ഒരാൾ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പെട്ടെന്നുള്ള ഡിസിഷൻ മേക്കിംഗ് വേണം. ഒരു ബോർഡ് ഓഫ് ആൾക്കാരും അത് കൂടി ഇരുന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഫോർമുല 1 ആ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ അതിന് കീപ്പപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു സിസ്റ്റം ആക്ച്വലി അന്ന് നടന്നതിന്റെ എന്നുവെച്ചാൽ ഫെറാറി ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ആ 2006 ആ പീരിയഡിലെ 2004 ഡോമിനേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം അവരാ കംപ്ലീറ്റ് പൊളിറ്റിക്സിനെ അങ്ങ് മാറ്റി വെച്ചു. ഇവര് ഇന്റേണലി തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഷൂമാക്കറിന് എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ റോസ് ആൻഡ് ജോൺ ടോഡ് അവര് ഫ്രണ്ടിൽ വന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് സക്സസ് ആയത്. ഇപ്പൊ അവരെല്ലാരും പോയി അങ്ങനത്തെ ഒരു മെക്കാനിസമോ അല്ലെങ്കിൽ ഒരു ആൾക്കാരും അവിടെ ഇല്ല. ഇപ്പൊ ഫ്രെഡ് മോശം എന്നല്ല, ഫ്രെഡ് ആക്ച്വലി നല്ല ആള് തന്നെയാണ്. പക്ഷെ ഈ പൊളിറ്റിക്സ് വേറെ ലെവലാണ് അവിടെ. അപ്പം ഇനി നമുക്ക് നാളത്തെ റേസ് പ്രൊഡിക്ഷനും ചാമ്പ്യൻഷിപ്പ് പ്രൊഡിക്ഷനും നോക്കാം. അപ്പം എന്റെ ഒരു ഇത് വെച്ചിട്ട് റേസില് മാക്സ് വിൻ ചെയ്യാനും ഓസ്കർ സെക്കൻഡ്, ലാൻഡോ തേർഡ്, അതായിട്ട് ഫിനിഷ് ചെയ്യാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. അപ്പം ഇത് തന്നെ അറിയാം, ലാൻഡോ ചാമ്പ്യൻ ആവും. എന്റെ ഒരു പ്രൊഡിക്ഷൻ വെച്ചിട്ട് മാക്സ് വിൻ ചെയ്യും, റേസ് വിൻ ചെയ്യും. എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ഓർഡിനറി നടക്കുമെന്ന് അറിയില്ല. നടക്കുകയാണെങ്കിൽ മാക്സ് ചാമ്പ്യൻ ആവുമായിരിക്കും. ചാൻസസ് കുറവാണ്. സോ വേൾഡ് ചാമ്പ്യൻഷിപ്പ് പ്രൊഡിക്ഷൻ എടുക്കുകയാണെങ്കിൽ ലാൻഡോ
മോസ്റ്റ് പ്രോബ്ലി വേൾഡ് ചാമ്പ്യൻ ആവുമായിരിക്കും. ചാമ്പ്യൻഷിപ്പ് പൊസിഷനിൽ മാക്സ് സെക്കൻഡ്, ഓസ്കർ തേർഡ്. സെയിം. ലാൻഡോ എന്ന ചാമ്പ്യൻ അവനാണ് ചാൻസ്. ഏകദേശം 85% ഉറപ്പാണ് ലാൻഡോ തന്നെ ചാമ്പ്യൻഷിപ്പ് ആവും. പക്ഷെ ഈ റേസിൽ എന്തായാലും മാക്സ് ജയിക്കാൻ ചാൻസ് കൂടുതലാണ്. നല്ല പേസ് ഉണ്ട്, ക്വാളി വെച്ച് നോക്കുമ്പോൾ നല്ല പേസ് ഉണ്ടായിരുന്നു. ഏകദേശം 2.5 ടെൻസ് ക്ലിയർ ആയിരുന്നു മെക്ലാരൻസിന്റെ കാർസ് തമ്മിൽ. സോ മാക്സ് ഫസ്റ്റ്, സെക്കൻഡ് മിക്കവാറും പിയാസ്ട്രി തന്നെ വരാൻ ചാൻസ് ഉണ്ട്, തേർഡ് ലാൻഡോ. കഴിഞ്ഞ ഖത്താറിൽ കിമ്മിയുടെ ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇല്ലായിരുന്നെങ്കിൽ തേർഡ് ലാൻഡോ വന്നാൽ മാക്സ് ജയിക്കുമായിരുന്നു, ചാമ്പ്യൻഷിപ്പ് അടിക്കുമായിരുന്നു. സോ ഇത് തന്നെ ഫസ്റ്റ് കോർണർ ഇൻസിഡന്റ് എന്തെങ്കിലും സംഭവിച്ചാൽ റസൽ ഫ്രണ്ടിൽ കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ റിപ്പീറ്റ് ചെയ്തു. സോ ഫസ്റ്റ് കോർണറിൽ നല്ലൊരു ഡ്രാമയ്ക്ക് ചാൻസ് ഉണ്ട്. റസല് ചിലപ്പോ നോറസിന്റെ ഫ്രണ്ടിൽ കയറാൻ ചാൻസ് ഉണ്ട്, മാക്സ് നോറസിനെ ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ഫ്യൂ ലാപ്സ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. അത് കഴിഞ്ഞ റേസ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ബാക്കി മെക്ലറിന്റെ സ്ട്രാറ്റജിയും അവരെങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതായിരിക്കും. അവരായിരിക്കും റേസിന്റെ ബിഹേവിയർ തീരുമാനിക്കുന്നു. പിന്നെ ഈ സീസൺ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ലാസ് വേഗസ് റേസ് എൻഡ് ചെയ്തപ്പം തന്നെ ഞാൻ വിചാരിച്ചു ലാൻഡോ ചാമ്പ്യൻ ആയി, ഈ സീസൺ തീർന്നു എന്ന് വിചാരിച്ച കാര്യമാണ്. അവിടെ നിന്നാണ് ഒരു മെക്ലാറിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ആവുന്നത്. പിന്നെ നമ്മുടെ ബ്രസീലിലുണ്ടായ സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ റേസിൽ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ മാക്സ് സാൻവോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും 104 പോയിന്റ് ആയിരുന്നു ഡിഫറൻസ് പിയാസ്ട്രി ആയിട്ട്. ഇപ്പൊ പിയാസ്ട്രിയുടെ ഫ്രണ്ടിലാണ്. അത് വിശ്വസിക്കാൻ വയ്യ. മെക്ലാറിന്റെ മണ്ടത്തരം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ മാക്സിന്റെ ആ ഒരു റിലന്റ്ലെസ്, ആ ഒരു എല്ലാ റേസിലും വന്ന് 100% കൊടുക്കുക എന്നുള്ള സംഭവം, അത് അവനെ കൊണ്ടേ പറ്റത്തുള്ളൂ. പ്രീ പ്രാക്ടീസ് 1 നോക്കുമ്പോ വെറും കൂറ കാറായിരിക്കും, ക്വാളിഫൈങ് വരുമ്പോഴത്തേക്കും അതായിരിക്കും ടോപ്പ് കാർ. ആ ഒരു ടീമിന്റെ ആ ഒരു എഫേർട്ടും അവന്റെ ആ സ്കില്ലും, അവൻ തന്നെ ഡ്രൈവർ ഓഫ് ദി ഇയർ ലാൻഡോ ചാമ്പ്യൻഷിപ്പ് എടുത്താൽ. മൈ ഒപ്പീനിയൻ. മാക്സ് തന്നെയാണ്. നമുക്ക് വേറൊരാളെ പറയാൻ പറ്റില്ല. കാരണം ഇത്രയും പുറകിൽ നിന്ന് കയറി വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യം തന്നെ. പിന്നെ ആദ്യത്തെ ഒരു 3/4 സീസൺ എടുത്തു കഴിഞ്ഞാൽ പിയാസ്ട്രി നമുക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ല. പിയാസ്ട്രി നല്ല ഫോമിലായിരുന്നു. അസർബൈജാനിൽ ക്രാഷ് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു നടന്നത്. പിയാസ്ട്രി മാക്സ് തന്നെ ഈ സീസൺ ബെറ്റർ ഡ്രൈവേഴ്സ്. So that's all for the predictions. ഇനി ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ബാറ്റിലാണ് നടക്കാൻ പോകുന്നത് മിക്കവാറും. സോ എല്ലാവരും കാണണം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ മീറ്റ് ചെയ്യാം. താങ്ക് യു.